ഹായ് ആൽമി, എല്ലാവരും എപ്പിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനേടാ. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഐ വെരി ഹാപ്പി. ആദ്യമായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡിന് എനിക്ക് ഇത്രയും കമൻസ് വരുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ്. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ സപ്പോർട്ടും പ്രസൻസും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വെരി ഹാപ്പിയാണ്. ഒരുപാട് കമൻസ് എനിക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ വെരി ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ എപ്പിസോഡ് ഇട്ടിട്ട് എനിക്ക് ഫസ്റ്റ് എപ്പിയിൽ തന്നെ ഇത്രയും കമൻസ് വരിക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ്. ഇതുവരെ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഞാൻ വെരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാടൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാനൊരു ചാനൽ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ കൂടുതലൊന്നും പറഞ്ഞില്ല. ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ ഈ എപ്പിക്ക്. അപ്പോൾ അതനുസരിച്ച് കാണുക. എന്നാൽ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ആജു, നീ ഇതെങ്ങോട്ടാ? അമ്മ, ഞാനിവിടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാ അല്ലുവിനെയും കൂടി കൊണ്ടുപോക്കോ. അവളെ ഇവിടെ വെറുതെ നിൽക്കുവല്ലേ. അതെ അജു ഏട്ടാ, ഞാനും കൂടെ വന്നോട്ടെ? ആ, ചെന്ന് റെഡി ആയിട്ട് വാ. എന്നാ ഞങ്ങള് പോയിട്ട് വരാം. എന്താടി മേടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇങ്ങ് അടുത്തോട്ട് വാസെത്തി. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താടി പുല്ലേ? നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചു, ഒരുപാട് കുടിച്ചു. ഇന്നിവിടെ നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ആരില്ല. ഇങ്ങോട്ട് വാടി ചിലക്കാണ്ട്. എവിടെയാടി നീ? ഇങ്ങോട്ടായിരുന്നു പാടി സ്ഥിതി. വരില്ലാലേ നീ? ഇങ്ങോട്ട് വാടി. എണീക്കടി അങ്ങോട്ട്. നിന്നെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? അറിയാ നിനക്ക്? നിനക്ക് എന്നെ വേണ്ടാതെ അവൾ എൻ്റെ പെണ്ണ്. ഞാൻ താലി ചേർത്താൻ പോകുന്ന എൻ്റെ പെണ്ണ്. ഇനി നിൻ്റെ ഒരു നോട്ടം പോലും അവളുടെ ദേഹത്ത് പതിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ. എന്തിനാടോ കരയുന്നേ? ഞാനില്ലേ കൂടെ? ഇനി നീ ഇതുപോലെ ആരോടെങ്കിലും പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞ, പൊന്നു മോനെ, നിന്നെ ഞാൻ അഴി എണ്ണിക്കും. അമ്മ, 1 ഡേ, നാളെ എന്നൊരു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ എൻ്റെ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവൻ എപ്പോഴാണ് അങ്ങോട്ട് പോയത്? നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നില്ലേ കൂടെ? നോ ഡാഡ്, ഞങ്ങൾ കോഫി ഷോപ്പിലാക്കിയിട്ട് അവൻ തനിച്ചാ പോയത്. എന്തായാലും അവന്റെ ദേഷ്യം കണ്ടിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അതെ. മക്കളെവിടെ ഷോപ്പി? 3 പേരും കൂടെ മുറിയിലെടുപ്പുണ്ട്. മോളുടെ വീട്ടിലോട്ടൊന്ന് പോവണ്ടേ? പോണം, അല്ലാണ്ട് പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ സംസാരിക്കുക? എന്തായാലും താച്ചൊന്ന് റെഡി ആവും. ഓ, നീ അറിഞ്ഞു കാണുമല്ലോ അവറ്റകൾ വീണ്ടും വരുന്നുണ്ടെന്ന്. എന്തിനാ വല്യമ്മ അങ്ങനൊക്കെ പറയണേ? ഓഹോ, അവരെ പറഞ്ഞപ്പോ തന്നെ നാക്ക് വേടിയിലോട്ട് ചാടിയല്ലോടി. അപ്പോ നിനക്കറിയാം അവരെന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നേന്ന്. ഇവിടെന്ന് പോയി അവിടെ പോയി സൂക്ഷിക്കാന്ന് പൊന്നു മോള് കരുതണ്ട. ഇതിന് മുന്നേ എത്ര ആലോചന നിന്റെ മുടങ്ങിയോ അതുപോലെ ഇതും ഞാൻ മുടക്കും. എന്ത് പറഞ്ഞാലും നിന്റെ ഈ കള്ളക്കരച്ചിലുണ്ടല്ലോ, അതൊന്നും ഞങ്ങളടുത്ത് പോയില്ല. മോയിക്കൊണ്ട് നിൽക്കാണ്ട് അപ്പുറത്ത് പോയി വല്ല പണിയെടുക്കടി. ആരാ ഈ സമയത്ത് വന്നിരിക്കണേ?
നീ ഒന്ന് ചെന്ന് നോക്കിയേ. ആ, ഞാൻ ചെന്ന് നോക്കാമോ? ഇവരോ? ഇവരെന്താ ഇവിടെ? എന്താ വെച്ചെന്ന് അമ്മ അടുത്ത് പറയാം. അമ്മ, അത് മറ്റവരാ, ആ സിറ്റിയെ കാണാൻ വന്നവര്. ഓ, അവരാണ്. വരട്ടെ. ആ, വരണം വരണം, ഇരിക്കും. ഞങ്ങള് അമ്മയൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഓ, എന്താ പ്രത്യേകിച്ച്? ഇന്ന് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മക്കളൊന്നും വന്നില്ലേ? ഇല്ല, രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ. ആ, എന്നാ ചെന്ന് അമ്മയെ കണ്ടിട്ട് വരൂ. ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? അവരെ അകത്തേക്ക് പറഞ്ഞയക്കാതെ പുറത്തേക്കല്ല അമ്മ വിടണ്ടേ? അവള് പോവാണെങ്കിൽ പോവട്ടെ, ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടില്ല. അയ്യോ, മക്കള് വന്നോ? ഞാനിപ്പോ കിടന്നേ ഉള്ളൂ. ആ, അത് കുഴപ്പമില്ല അമ്മേ, കിടന്നോളൂ. ഞങ്ങള് കല്യാണക്കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. ആ, ശ്രീതു മോളെ ഗീത വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു അമ്മയ്ക്കിപ്പോ ആരോഗ്യക്കുറവൊന്നുമില്ലല്ലോ. ഏയ്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ. വിവാഹക്കാര്യം നാളെ തന്നെ അങ്ങ് നടത്താന്ന് തീരുമാനിച്ചോ? ആ അമ്മ, മോൻ ഭയങ്കര വാശിയില്ല. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ നടന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഇത് നേരത്തെ അങ്ങ് നടത്തട്ടെ. മോൾ ഇവിടെ ഇല്ലേ? ഉണ്ട്, അവൾ അപ്പുറത്തുണ്ട്. ഞാൻ വിളിക്കണോ? അയ്യോ വേണ്ട, ഞാൻ ചെന്ന് കണ്ടോളാം അമ്മ. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? എന്തിനാ കുട്ടിയെ വെറുതെ അടിക്കുന്നേ? കരയാതെ മോളെ, ഇങ്ങ് വാ. നിങ്ങളുടെ കൊച്ചിന് പ്രായമല്ലേ ഉള്ളൂ, എന്തിനാ കുട്ടിയെ വെറുതെ ഉപദ്രവിക്കുന്നേ? ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഇവിടുന്ന് അങ്ങോട്ട് ഞാനാ ഇവളുടെ അമ്മ. എന്റെ കുട്ടി ഉപദ്രവിച്ച ഞാൻ ചോദിക്കും. മോള് വിഷമിക്കണ്ട, ഇങ്ങ് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അജയേട്ടാ, മോളെ ഇവിടെ നിർത്തിയ ശരിയാവില്ല കേട്ടോ. വിവാഹം എത്ര പെട്ടെന്ന് നടത്തണം. ഞാനപ്പോ ചെന്നില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ വീണ്ടും ഉപദ്രവിച്ചേനെ. എന്റെ കുട്ടികളെ ആരുപദ്രവിക്കുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതെ, മുത്തശ്ശി പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കൂട്ടത്തിൽ നിൽക്കണ്ട എന്റെ മോള്. മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞേക്ക് ഞങ്ങൾ ഇറങ്ങുവാണ്. പിന്നെ മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും അമ്മയും അച്ഛനും നോക്കിക്കോളാം കേട്ടോ. അതെ, മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നാളെ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും മോള് നോക്കിക്കോ. ഇന്നലെ അങ്ങനെ ഒരു സംഭവം, ഇന്നിങ്ങനെ. ഇനി മോളെ അവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. അതെ, ആ കൊച്ചിന്റെ കരച്ചിൽ കണ്ടിട്ട് അതിനവിടെ ഇട്ടേച്ച് വരാൻ പോലും തോന്നണില്ല. കിടന്നിട്ടാണേ ഉറക്കം വരുന്നില്ല. അവളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? ഓക്കെ ആയി കാണുമോ? എങ്ങനെയപ്പോൾ ഒന്നറിയാം. വിളിക്കാനാണേ പറ്റത്തില്ല. ഒന്നവിടം വരെ ചെന്നാലോ? പ്രശ്നമാവോ? എന്തായാലും ഒന്ന് പോയിട്ട് വരാതെ. ഓ, ഇവർക്കൊന്നും കിടക്കാനും സമയമായിട്ടില്ലേ? പതുക്കെ ഇവിടുന്ന് പോവാം. ആരാത്? ആരാവിടെ? ആരാന്നാ ചോദിച്ച? വിട്ട് ഇങ്ങോട്ടോടാം. സൗണ്ട്സ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആള് പോയോ? ഇതിപ്പോൾ ആരുടെ റൂമാണോ എന്തോ? സിദ്ധിക്ക, എടോ സിദ്ധി, പതുക്കെ പതുക്കെ. അത് ഞാനാ സിദ്ധി. എന്താണ് സിദ്ധി അവിടെ? നീ എന്തിനാ കിടന്ന് അലറുന്നേ? ഒന്നുമില്ലല്ലേ ഇളയമ്മ ചെന്ന് കിടന്നോ? നാശം പിടിക്കാം, കിടന്നുറങ്ങടി. ഓ, അപ്പോ ഇളയമ്മയാണ് തന്നെ ഉപദ്രവിച്ചതല്ലേ? ആ, എപ്പോ?
അമ്മ പറഞ്ഞല്ലോ ആ ഇളയമ്മ തന്നെ ഉപദ്രവിച്ചു എന്ന്. അവരെന്തേലും പറയുമ്പോൾ താനിങ്ങനെ മിണ്ടാതിരുന്നിട്ട് തന്നെയാ. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താൻ കാരണാണോ തനിക്ക് വഴക്ക് കേട്ടത്? താൻ ആരെയാടോ പേടിക്കുന്നത്? താൻ ആരെയും പേടിക്കണ്ട. തൻ്റെ കൂടെ ഇനി അങ്ങോട്ട് ഞാനുണ്ട്. എനിക്ക് കിടന്ന് തുറക്കം വന്നില്ല, അതാ ഇങ്ങോട്ട് പോന്നെ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളത്തെ ദിവസത്തേക്ക് തയ്യാറായിക്ക്. ഞാനിപ്പോൾ പോവാ. മോളെ, ഈ പാല് പിടിച്ചേക്ക്. ഇതുമായിട്ട് റൂമിലേക്ക് പൊക്കോ. ആ റൂമിലുണ്ട്. ശരി അമ്മ. എന്താടോ നോക്കുന്നേ? കയറി വാ. ഇതാ പാല്. അമ്മ രണ്ടുപേരോടും പകുതി പകുതി കുടിക്കാൻ പറഞ്ഞു. ഓ, എന്നെ ഇതാ കുടിച്ചേക്കാം. തനിക്ക് ഈ ഡ്രസ്സിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ? ഐ മീൻ, തനിക്ക് സാരിയും ചോളസൊക്കെ ഇട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നാ ചോദിച്ചേ. ഉണ്ട്. ആ കാബോർഡിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, തനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ. അവിടെ തിരക്കിയിട്ട് കണ്ടില്ല, അതാ ഇങ്ങോട്ട് പോന്നേ. എന്റെ കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാ. അശോട്ടൻ ചെന്നു. എന്നാ വേഗം വായോ, അവിടെ എല്ലാവരും വെയിറ്റിംഗാ. മോള് വന്നു. നമുക്ക് മുത്തശ്ശിയെ കാണാൻ വേണ്ടിട്ട് പോയാലോ? പോവാലോ. എന്നാ മുത്തശ്ശിയെ കണ്ടിട്ട് നമുക്ക് നേരെ ബാംഗ്ലൂരിലേക്ക് തിരിക്കാം. എങ്ങോട്ട്? ബാംഗ്ലൂരിലേക്ക്? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാ പോകുന്നേ. ബാംഗ്ലൂരിലേക്കാണോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? മോള് ഇന്ന് മുത്തശ്ശിയെ കാണാൻ വേണ്ടിട്ട് പോവാ. നമുക്ക് എല്ലാവർക്കും മുത്തശ്ശിയെ കണ്ടിട്ട് ബാംഗ്ലൂരിലേക്ക് തിരിക്കാം. ഒരു ദിവസല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും മുത്തശ്ശിയെ മിസ് ചെയ്തോ? മുത്തശ്ശിക്ക് ഞാനും, എനിക്ക് മുത്തശ്ശിയല്ലേ ഉള്ളൂ. അതെ അതെ, എന്റെ അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് വേണം വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ. അതെ, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം എന്റെ ഏട്ടത്തിയമ്മ ഒരു മോഡേനാക്കി എടുക്കാന്. മുത്തശ്ശി, ഞാൻ വന്നു കേട്ടോ. എന്താ എന്റെ കുട്ടി, അപ്പോഴേക്കും ഇങ്ങോട്ട് ഓടി പോന്നോ നീ? പിന്നെ അല്ലാണ്ട് എന്റെ മുത്തശ്ശിയെ കാണാൻ നിൽക്കാന് എനിക്ക് പറ്റുമോ? ആ കാര്യം മുത്തശ്ശി മറന്നല്ലോ സിദ്ധി മോളെ. അമ്മയെ കണ്ടിട്ട് പുറപ്പെടാന്ന് കരുതിയ ഞങ്ങളും കൂടെ വന്നത്. ഇനിയിപ്പോ പെട്ടെന്നൊരു വരവ് ഇങ്ങോട്ട് ഉണ്ടാവത്തില്ല അമ്മേ. അത് കുഴപ്പമില്ല മക്കളെ, ഇവിടെയുള്ളവർ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടുന്ന് പൊക്കോ. അതെങ്ങനെയാ മുത്തശ്ശി? ഞാൻ കൂടെ പോയാ മുത്തശ്ശി ഇവിടെ തനിച്ചാവില്ലേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളേ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, മുത്തശ്ശിയുടെ കൂടെ ഞാനുണ്ടാവും. അപ്പൊ ഋതുവെച്ച് നീ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കാണോ? അതെ, നീ പോയിട്ട് ഇനി എപ്പോഴാ അങ്ങോട്ട് വരിക? സിദ്ദിഖയെ കൊണ്ടുപോകുന്ന പോലെ തന്നെയും കൊണ്ടുപോവാൻ ഞങ്ങൾ ഉടനെ വരുന്നുണ്ട്. സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങുക. പോയിട്ട് വാ എല്ലാവരും. അമ്മ, ഡാഡി, ഞാൻ ഇറങ്ങുവാട്ടോ. പോകുവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം മോനെ. ഏയ് വേണ്ട, പിന്നൊരിക്കലാവാം. സിദ്ദിഖ, ഡാ, ഞാൻ പോവാട്ടോ.
മോള് മുറിയിലേക്ക് ചെല്ല്. അജു, മോൾക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്ക്. ചെല്ല്. സിത്തു വാ. എന്താടോ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് വലിയ വീടാ. എന്ത് വലിയ ഹാളാ. ഈ മുറിയും വലുതാ. ആ അത് നീ നിന്നെക്കാളും ചെറിയ മുറി കിടന്നുറങ്ങിയിട്ടാ. എന്താടോ എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞത് വിഷമായോ തനിക്ക്? ഏയ്, അതൊന്നുമില്ല. പിന്നെന്താ പറയടാ. അതെനിക്ക് മാസത്തിൽ വരാറുള്ളതാ, അതാ. ഓ, തൻ്റെ കയ്യിൽ സേഫ്റ്റി ഉണ്ടോ? ഇല്ല. എന്നാ താൻ അങ്ങോട്ട് ഇരിക്കുക, ഞാനിപ്പോൾ വരാം. ഇതിന്ന് തനിക്ക് ഏതാ വേണ്ടേ എടുത്തോ. ഇത് എങ്ങനെയാ? തനിക്കറിയില്ലേ ഇത്? ഇല്ല. പിന്നെ താനെന്താ യൂസ് ചെയ്യാറ്? തുണി. വാട്ട്? തുണിയോ? ഇക്കാലത്ത് അത് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടോ? താൻ വാ, ഞാൻ കാണിച്ചു തരാം. ആ, എന്റെ വയറ്. സിത്തു, നന്നായിട്ട് വേദനിക്കുന്നുണ്ടോടാ? ദാ ഇത് വെക്ക്. എണീക്കേണ്ട, കിടന്നോ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടോ, താൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല? ഏയ് ഇല്ല. വല്യമ്മ അഞ്ചേച്ചിക്ക് കൊണ്ടു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോ എന്റെ വയറിൽ വെച്ച സാധനമില്ലേ, അതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മോളെ, വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അച്ഛൻ പറഞ്ഞു വയ്യാണ്ടിരിക്കാണ്. എന്തേലുണ്ടേ അമ്മയടുത്ത് പറയണം കേട്ടോ. അച്ചു, മോൾക്ക് ഇവിടെ മാറി എടുക്കാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിട്ട് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ടെങ്കിൽ പോര്. ആ, വാങ്ങിക്കണം അമ്മ. മോൾ ഇവിടുത്തെ സിറ്റി ഒന്നും കണ്ടിട്ടില്ലല്ലോ. മോൾ ചെന്ന് കണ്ടിട്ട് വാ, മോൾക്ക് ഇഷ്ടാവും. ചെല്ലടാ അജു. ഇവിടെയുള്ള എല്ലാ കടകളും വലുതാണല്ലോ. താൻ വാ. തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതെല്ലാം എടുത്തോ. മാം, ഇത് മാത്രം മതിയോ? എടോ, തനിക്ക് ഇത് മാത്രം മതിയോ? വേണമെങ്കിൽ എടുത്തോ, ആവശ്യമുള്ളത് എടുത്തോടോ. വേണ്ട, ഇത് മതി. ഈ സാരി തന്നെ സെലക്ട് ചെയ്യുക. അത് പിന്നെ എനിക്കറിയില്ല സഞ്ജുട്ടാ. സിത്തു, നീ എന്തീ പറയുന്നേ? കളിക്കാണ്ട് പറ. എനിക്കറിയില്ല സഞ്ജുട്ടാ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ സ്ഥിരം ധരിക്കുന്നതിൻ്റെ അളവാ ചോദിക്കുന്നേ, അത് പറയാൻ നിനക്കറിയില്ലേ? എനിക്കതിൻ്റെ അളവൊന്നും അറിയില്ല സഞ്ജുട്ടാ, അതുകൊണ്ടല്ലേ. പിന്നെ എനിക്കാണോ അറിയാം? താൻ വാ. സത്യത്തിൽ താൻ അതൊന്നും യൂസ് ചെയ്യാറില്ല? ഉണ്ടല്ലോ സഞ്ജുട്ടാ. പിന്നെ എന്താ തനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തേ? എന്നോടാ ഞാൻ ചോദിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാതിരുന്നോണം. എനിക്കതൊക്കെ മേടിച്ചു തരാനും പറഞ്ഞു തരാനൊക്കെ ആരാ ഉള്ള?
അതൊക്കെ ഇടാറായപ്പോ മുത്തശ്ശിയാ എനിക്കൊന്ന് തുന്നി തയ്ച്ച് തന്നെ. പിന്നെ വെച്ചാ എനിക്ക് വാങ്ങിച്ചു തരാറ്. ശരിക്കും തൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? തൻ്റെ അമ്മ അച്ഛൻ അവർക്ക് എന്താ പറ്റിയേ? എങ്ങനെ ഇങ്ങനെ ആയത്? എൻ്റെ അടുത്ത് പറ. എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പ്രസവത്തിൽ തന്നെ അമ്മ മരിച്ചു എന്നാ പറയുന്നത്. പിന്നെ എനിക്ക് 10 വയസ്സായപ്പോഴേക്കും അച്ഛൻ എന്നെ വിട്ടിട്ട് പോയി. അന്ന് മുതലേ പറയും ഞാൻ കാരണം അച്ഛനും അമ്മയും മരിച്ചെന്ന്. മുത്തശ്ശിക്ക് വയ്യാണ്ടായപ്പോഴും എന്നെ തന്നെയാ കുറ്റപ്പെടുത്തിയേ. അന്ന് മുതലേ എന്നെ അവർ ഒരുപാട് ഉപദ്രവിക്കും. മുത്തശ്ശി പറയും, പക്ഷെ അവര് കേൾക്കില്ല. ആദ്യമായിട്ട് പറ്റാണ്ടായപ്പോ ഒരു തുണി പോലും തരാതെ എന്നെ ആ മുറിയിൽ നിലത്താ കിടത്തിയെ. അടുത്ത ദിവസം മുതൽ ഇവിടുത്തെ എല്ലാ പണിയും എടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അവിടെയുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തു. സത്യം പറഞ്ഞ ഞാൻ ആ വീട്ടിൽ ആരും അല്ലായിരുന്നു. ആരെയും ഒന്ന് വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറ്റാണ്ടായപ്പോ അവരോട് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞ പോലും നോക്കിയില്ല. മുത്തശ്ശിയുടെ പഴയ സാരിയുടെ ഒരു കഷ്ണം ആ തുണി വെച്ചിട്ട് ഞാൻ എന്നെ നല്ലൊരു ഡ്രസ്സ് പോലും അവരാരും എനിക്ക് മേടിച്ചു തരത്തില്ല. വെച്ച് ലീവിന് വരുമ്പോൾ എന്തേലും എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും. അത് അവര് കണ്ട അവര് കത്തിച്ച് കളയും. ഞാൻ നല്ല രീതിക്ക് ഇടുന്നതോ കഴിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരിടുന്ന എല്ലാ വസ്തുവും ഞാൻ തന്നെ കഴുകണം. അതും എന്റെ കഴിവുകൊണ്ട് ഒന്നുപോലും അവര് കഴുകത്തില്ല. അടുക്കളയിൽ കയറിയാലും എല്ലാ ഭക്ഷണവും ഞാൻ തന്നെ ഉണ്ടാക്കണം. 3 നേരം അവർക്ക് സ്വാദോടെ കഴിക്കണം. ഉണ്ടാക്കി കൊടുത്താലും അതിന് കുറ്റവും കുറവും മാത്രമേ പറയുള്ളൂ. രാത്രിയൊക്കെ ഞാൻ ഒരുപാട് ദിവസം പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ആരും ചോദിച്ചിട്ടില്ല. അയ്യേ, താൻ കരയാണോ? ഇനി എന്തിനാണോ താൻ കരയുന്നേ? ഞാനില്ലേ കൂടെ. ഇനി തൻ്റെ ഈ കണ്ണ് നനയാൻ ഞാൻ സമ്മതിക്കത്തില്ല. സിത്തു, അയ്യോ, എന്താടോ? ഞാൻ പേടിച്ചല്ല ചേട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നേ? അജു അജു, ഇത് കിച്ചൺ ആടാ. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മ പറഞ്ഞതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അമ്മ നോക്കിക്കോളാന്ന്. ഇല്ല അമ്മ, ഞാനും കൂടെ സഹായിക്കാം. അത് വേണ്ട അജു, മോളെ വിളിച്ചോണ്ട് പോടാ. വാ, ഇവിടുത്തെ കാര്യം അമ്മ നോക്കിക്കോളും. അബി, പറയടാ. ആണോ? നീ റെഡിയായി നിൽക്കുക, ഞാൻ ഈവനിങ് ഇറങ്ങാം. ഓക്കേടാ, ബൈ. അജുവേട്ടാ, എന്താ പറഞ്ഞേ? അത് എനിക്ക് അമേരിക്ക വരെ ഒന്ന് പോകണം, ഒരു 1 വീക്ക്. അമേരിക്ക? അവിടേക്ക് എന്തിനാ പോകുന്നേ? അത് ഒരു അത്യാവശ്യമുണ്ട്. താൻ വാ. അജു, നീ ഇപ്പൊ തനിച്ചല്ല, മോളില്ലേടാ? അവള് സമ്മതിച്ചോ? അവക്കൊക്കെ അമ്മ. മോൾക്ക് കുഴപ്പമില്ലെങ്കിൽ മോൻ പോയിട്ട് വാ. 1 വീക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നാ മോൻ പോയിട്ട് വാ. മോളെ, അവന് വേണ്ടത് എന്താന്ന് വെച്ചാ അത് പാക്ക് ചെയ്ത് കൊടുക്ക്. മോളുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം നല്ല സങ്കടം ഉണ്ടെന്ന്. ഇഷ്ടായോ തനിക്ക്? അയ്യോ, എന്തിനാ അജുവേട്ടാ ഇതെല്ലാം? ഓ, അപ്പൊ തനിക്ക് ഇഷ്ടായില്ല? അയ്യോ, എനിക്ക് ഇഷ്ടായി. എന്നിങ്ങ് വാ, ഞാൻ ഇട്ടരാം.
വാസുട്ടാ, എന്താ? ഞാൻ പോയാ താൻ എന്നെ മിസ് ചെയ്യോ? പോയിട്ട് വേഗം വരില്ലേ? പിന്നല്ലാണ്ട് ഞാനിങ്ങ് ഓടിപ്പോരില്ലേ? അസുവേട്ടാ, സിത്തു, എന്നെ മിസ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ തനിക്കൊരു സാധനം തരട്ടെ? എന്താ അസുവേട്ടാ? ഒരു ഉമ്മ തരട്ടെ ഞാൻ? ആ? എന്താ, തനിക്ക് വേണ്ടേ? സിത്തു, മുഖത്തോട്ട് നോക്ക്, തന്നോട്ടെ ഞാൻ. അയ്യോ, ഉമ്മ വച്ച കുട്ടികളുണ്ടാവില്ലേ? വാട്ട്? എന്തിനാ നോക്കണേ? ഞാൻ പറഞ്ഞത് സത്യം. അതെ അതെ, ഉമ്മ വച്ചാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. ഉണ്ടാവുമല്ലോ, എനിക്കറിയാം. അല്ല നീ, അതങ്ങനെയല്ലാന്ന് എനിക്കറിയാലോ. അങ്ങനെയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എനിക്ക് പറഞ്ഞതാ. അതിനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. തൽക്കാലം ഇപ്പം നമുക്ക് കിടക്കാം. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാ എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ തനിക്ക് ഇപ്പം തന്നെ അറിയണോ? അറിയണം. തൽക്കാലം ഇപ്പം വേണ്ട, 1 വീക്ക് കഴിഞ്ഞ് വരട്ടെ, അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ, മതി. എന്നാ പോയിട്ട് വേഗം വരണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ, ഞാൻ ഇറങ്ങുക. അപ്പി അവിടെ വെയിറ്റിംഗാ. ആ മോന്, ശ്രദ്ധിച്ചൊക്കെ പോയിട്ട് വാ. പോയിട്ട് വാടാ, ചെന്നിട്ട് വിളിക്കണേ. അസുവേട്ടാ, ബൈ. ആടാ, ബൈ.